ഇറാനെതിരെ കൂടുതൽ വിപുലമായ യുദ്ധം ആരംഭിക്കാനുള്ള നീക്കം തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ അമേരിക്ക. ഇത് സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം യു ടേൺ അടിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര സംഭാഷണങ്ങൾ തുടരുന്നതായും ഇറാനെതിരായ വൻ ആക്രമണ പദ്ധതി ചിലപ്പോൾ വേണ്ടി വരില്ലെന്നും ട്രംപ് പറയുന്നു. അതേസമയം ഏത് സാഹചര്യവും നേരിടാൻ അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ട്രംപ്. എന്നാൽ ആർക്ക് മുന്നിലും വഴങ്ങില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. അതിനിടെ ഇറാനെതിരായ യുദ്ധത്തിൽ നേരിട്ടിടപെടുകയോ ആയുധങ്ങൾ കൈമാറുകയോ ചെയ്താൽ ശക്തമായ നടപടിയെന്ന് ചൈനയ്ക്കും റഷ്യയ്ക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളുകയാണ് ഇറാൻ. ഹോർമുസിൽ തങ്ങളുടെ പരമാധികാരം അംഗീകരിക്കാതെയുള്ള താൽക്കാലിക പരിഹാരങ്ങൾക്കില്ല എന്നുകൂടിയാണ് ഇറാൻ നേതൃത്വം നിലപാട് വ്യക്തമാക്കുന്നത്. എം സി നാസർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. എം സി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ട്രംപിന്റെ കാര്യത്തിൽ യുദ്ധം എത്ര നീണ്ടുപോയാലും കാലം എത്ര കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ നിലപാടും ഈ യൂട്ടേണും പറഞ്ഞ കാര്യങ്ങൾ അടിക്കടി മാറ്റി പറയുന്ന സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ യുദ്ധങ്ങൾക്ക് കോപ്പുകൂട്ടുന്നു എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് അടുത്ത നിമിഷം അത് അങ്ങനെ വേണ്ടി വരില്ല എന്ന് പറയുന്ന ട്രംപിനെ കൂടി കാണുന്നുണ്ട്. എന്തായാലും ഈ തർക്കങ്ങൾക്കും വാക്പോരുകൾക്കും ഒക്കെ ഇടയിലും അവിടെ ഒരു സമാധാനത്തിനുള്ള സാധ്യത ശ്രമങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ജെൻസി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹം നിരന്തരമായിട്ട് ഈ തന്റെ നിലപാടുകൾ, പ്രസ്താവനകൾ അടിക്കടി മാറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയൊരു ആക്രമണം വരാൻ പോകുന്നു, അത് വിപുലമായിട്ടുള്ളൊരു യുദ്ധമായിരിക്കും, ഒരു നിലക്കും തങ്ങൾ പിറകോട്ട് പോവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രി നിർണായകമായിട്ടുള്ളൊരു യോഗം വൈറ്റ് ഹൗസിൽ അദ്ദേഹം വിളിച്ചു ചേർക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഒടുവിലാണ് ഇപ്പോൾ ഈ പുതിയ പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വലിയൊരു ആക്രമണ പദ്ധതി ഇറാന്റെ കാര്യത്തിൽ വേണ്ടിവരില്ല, കാരണം ചർച്ചകൾ നിരന്തരമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെയും ട്രംപ് പറയുമ്പോൾ അതിന് ആധികാരികമായിട്ടുള്ള ഒരു തെളിവ് അദ്ദേഹം ഹാജരാക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷെ ചർച്ചകൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ആക്രമണ പദ്ധതി താൻ ഉപേക്ഷിക്കുകയാണ് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം അമേരിക്കൻ സേന ഏതൊരു സാഹചര്യം നേരിടാനും മേഖലയിൽ സജ്ജമായിട്ട് നിലയുറപ്പിക്കുന്നതായി കൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതോടുകൂടി പ്രതിസന്ധി അയഞ്ഞു എന്നോ അല്ലെങ്കിൽ സംഘർഷം അവസാനിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയൊന്നും ലോകം തന്നെ ഈ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കുന്നുമില്ല. കാരണം ട്രംപ് ആയതുകൊണ്ട് ഏത് നിമിഷവും അദ്ദേഹം ഇനിയും നിലപാടുകൾ മാറ്റാൻ സാധ്യതയുണ്ട്. ഈ പ്രത്യാക്രമണ പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കെ അതിൽ നിന്ന് ഒരു ശാശ്വതമായിട്ടുള്ള സമാധാനത്തിലേക്ക് വരണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങൾ എവിടെയും എത്താതെ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും റഷ്യക്കും ചൈനക്കുമാണ് ഇപ്പോൾ ട്രംപ് ഏറ്റവും അവസാനമായിട്ട് വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഇതുവരെ ഈ 2 രാജ്യങ്ങളും കാര്യമായിട്ട് ഇറാനെ സൈനികമായിട്ട് സഹായിക്കുകയോ ആയുധങ്ങൾ കൈമാറുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടും ആ നിലപാട് തന്നെ ചൈനയും റഷ്യയും തുടരണം. അതെല്ലാം നേരെ മറിച്ച് ഇറാന്റെ പക്ഷം ചേരുകയും അവർക്ക് ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വില ഈ 2 രാജ്യങ്ങളും ഒടുക്കേണ്ടി വരുമെന്നാണ് ഒടുവിൽ ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ ഹോർമുസിലെ പ്രതിസന്ധി തങ്ങൾ സൃഷ്ടിച്ചതല്ല, ഇത് പൂർണ്ണമായിട്ടും അമേരിക്കയുടെ പങ്കാളിത്തത്തിൽ രൂപപ്പെട്ട ഒരു പ്രതിസന്ധിയാണ്. കാരണം തങ്ങൾ ഈ മേഖലയിൽ ഹോർമുസിലും ഒരു സുരക്ഷ ഉറപ്പാക്കാൻ നീക്കം നടത്തിയപ്പോൾ അതിനെ അട്ടിമറിക്കാനാണ് അമേരിക്ക ശ്രമിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടത് തീർച്ചയായിട്ടും അമേരിക്കയാണ്, തങ്ങളല്ല എന്നൊരു വിശദീകരണം ചൈനയ്ക്ക് മുമ്പാകെ ഇറാൻ അറിയിച്ചതായിട്ടാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രതിസന്ധി ഈ ഭാഗത്ത് തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ചെങ്കടലിൽ ഹൂത്തികളുടെയും സൗദി അറേബ്യയും തമ്മിലുള്ള സംഘർഷവും മൂർച്ഛിച്ചിരിക്കുന്നത്. ഇപ്പം ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇന്നിപ്പോൾ സൗദി അറേബ്യ വെളുപ്പിന് ബോംബിട്ട ആ ഒരു പശ്ചാത്തലം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാബുൽ മന്ദബ് മുഖേനയുള്ള ചരക്ക് കടത്തും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ആഗോള വിപണിയിൽ എണ്ണ മേഖലയെ മാത്രമല്ല മറ്റ് ചരക്ക് കടത്തുകളെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ഇപ്പോൾ അമേരിക്കയോടും ഇറാനോടും ആവശ്യപ്പെട്ടു വരുന്നത് നിങ്ങൾ ചർച്ചയിലേക്ക് തന്നെ വരണം. ആ ചർച്ചയിലൂടെ ഒരു നയതന്ത്ര പ്രശ്നപരിഹാരമാണ് വേണ്ടത്. ഈ സംഘർഷം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ മേഖലയുടെ താല്പര്യങ്ങൾക്ക്, തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ട് അമേരിക്ക എത്രയും പുനരാലോചന നടത്തിക്കൊണ്ട് ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം
പരിഹാരത്തിന് തയ്യാറാകണമെന്നാണ്. അതായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ നടന്ന യോഗത്തിലും ഉയർന്നു വന്ന ഒരു പ്രധാന വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യു ടേണിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. ജിൽസി, ശരി.